അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രവാസിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. സൗദിയിൽ ഒരുപാട് പേരുടെ കമ്പനി ജോലി ചെയ്യുന്നവരുണ്ട്, മോസസയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കാമ എക്സ്പയർ ആയവരുണ്ട്, കോൺട്രാക്റ്റ് കഴിഞ്ഞവരുണ്ട്, ശമ്പളം കിട്ടാത്തവരൊക്കെ ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഇക്കാമ എക്സ്പയർ ആവുകയും കോൺട്രാക്റ്റ് കഴിയുകയും കഴിഞ്ഞാൽ നിങ്ങളെ പഴയ കമ്പനീൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് മാറാവുന്നതാണ്. നിങ്ങൾ ഇക്കാമ കഴിഞ്ഞിട്ടില്ല, കോൺട്രാക്റ്റ് കഴിഞ്ഞു, എന്നാലും നിങ്ങൾക്ക് പുതിയ സ്പോൺസറിലേക്ക് മാറാവുന്നതാണ്. ഇക്കാമയും കഴിഞ്ഞില്ല, കോൺട്രാക്റ്റും കഴിഞ്ഞില്ല, നിങ്ങൾക്ക് പുതിയൊരു സ്പോൺസറിലേക്ക് കമ്പനിയിലേക്കോ മാറാൻ സാധ്യമല്ല പഴയ കമ്പനീൻ്റെ സമ്മതമില്ലാതെ. അങ്ങനെ മാറിയ ഒരു മലയാളി ഇപ്പം കേസുമായിട്ട് മുന്നോട്ട് പോകുക. കാരണം സമ്മതമില്ലാതെ മാറാൻ പാടില്ല. ഇക്കാമയും വാലിറ്റിയും കോൺട്രാക്റ്റും കഴിയാത്ത സമയത്ത് സ്പോൺസർ സമ്മതമില്ലാതെ മാറാൻ ശ്രമിക്കരുത്. ഇപ്പം കോടതിയായിട്ട് കേസുമായിട്ട് പോകാം, വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ശമ്പളം കിട്ടാതിരിക്കുകയാണ്, 3 മാസം ശമ്പളം പെൻഡിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് മാറാം. കോൺട്രാക്റ്റ് ഇക്കാമ ഉണ്ടെങ്കിലും മാറാം. കാരണം നിങ്ങൾക്ക് നിയമപരമായിട്ട് നേരിടാം, നിങ്ങൾക്ക് മാറാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ മാറാൻ ശ്രമിക്കരുത്. കാമ തീർന്നാൽ നിങ്ങൾക്ക് മാറാം. കോൺട്രാക്റ്റ് ബാക്കിയുണ്ടെങ്കിലും നിങ്ങൾക്ക് മാറാം. പക്ഷേ കേസ് കൊടുത്താൽ നഷ്ടപരിഹാരം കൊടുക്കണം. ഇക്കാമയും വാലിറ്റി കോൺട്രാക്റ്റും വാലിറ്റി മാറാൻ ശ്രമിക്കരുത്. അതേപോലെ ഇക്കാമ കോൺട്രാക്റ്റ് കഴിഞ്ഞു, ഇക്കാമ വാലിറ്റി ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് മാറാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ഓർമ്മിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒന്ന് പ്രത്യേകം ഞാൻ പറയുന്നതൊന്ന് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് വിലയിരുത്തുക. ഓക്കെ, എൻ്റെ സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.